പലരും നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഷോക്ക് വേവ് തെറാപ്പി. ESWT, എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ട്രീറ്റ്മെൻറ്റ് പൊതുവെ ആൾക്കാർ ഷോക്ക് വേവ് തെറാപ്പി എന്നാണ് പറയുന്നത്. പലരും ആവശ്യപ്പെടാറുണ്ട്, ഡോക്ടറെ ഇത് പല സ്ഥാപനങ്ങളിലും ഷോക്ക് വേവ് തെറാപ്പി ഉണ്ട്, ഒരു കോഴ്സ് 6-7 എടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളൊരു കോഴ്സ് എടുത്തതിന് ശേഷം എങ്ങനെയുണ്ട്? തുടക്കത്തിൽ ചെറിയ വ്യത്യാസം പോലെയൊക്കെ തോന്നി, അത് കഴിഞ്ഞിട്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ലക്ഷങ്ങൾ ചിലവഴിച്ചു എന്നുള്ളതല്ലാതെ അതിന് വേണ്ടത്ര ഗുണമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു തെറാപ്പി ഇവിടെ ചെയ്യാത്തതിന് കാരണം എനിക്ക് തോന്നുന്നത് 2012-13 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു സാധനം കേരളത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് നമ്മളാണ്. അന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിലല്ല, എക്സ്പെരിമെൻ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഷോക്ക് വേവിലൂടെ പുതിയ റീജനറേഷൻ ഓഫ് ആർട്ടറീസ്, പെനീസിനകത്തുള്ള പുതിയ രക്തക്കുഴലുകൾ ഉത്ഭവിച്ചു വരും ഷോക്ക് കൊടുത്താൽ എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള സങ്കല്പം. അതായത് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഇത്ര നമ്പർ ഓഫ് ഷോക്സ് ഒരു നിശ്ചിത ഇടവേളകളിൽ 5-6 തവണ ആഴ്ചയിൽ 1 വീതം കൊടുത്തു കഴിയുമ്പോൾ അവിടെ പുതിയ രക്തക്കുഴലുകൾ ഉത്ഭവിച്ചു വരും. അങ്ങനെ ഉത്ഭവിച്ചു വരാനായിട്ട് ഈ ഷോക്ക് വേവ് തെറാപ്പി സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള സങ്കല്പം. ഈ ഒരു സങ്കല്പം കേട്ടപ്പോൾ തന്നെ അതിൽ വലിയ കഥയുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സ്പെരിമെൻ്റൽ ലെവലിൽ നമ്മളൊരു 10 പേഷ്യൻസിന് കൊടുത്തു നോക്കിയത്. ആ കൊടുത്തു നോക്കിയ പേഷ്യൻസ് ആവട്ടെ നമ്മളെല്ലാ ഇവാലുവേഷനും നടത്തി കൃത്യമായിട്ട് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി, അതായത് രക്തക്കുഴലിനകത്ത് അടവ് വന്നിട്ട് ബ്ലഡ് ഫ്ലോ പെനീസിലേക്ക് വേണ്ടത്ര വരാത്ത കേസുകൾ തിരഞ്ഞു പിടിച്ചിട്ട് ആ കേസുകളിലാണ് കൊടുത്തത്. അപ്പോൾ 1-2 തവണ കൊടുത്തപ്പോൾ ആൾക്കാർക്കൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് വന്നിട്ട് അവർ പറഞ്ഞു ചെറിയ മാറ്റമുണ്ട്. പിന്നീട് വന്നപ്പോൾ അവർ പറഞ്ഞു യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അങ്ങനെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പേഷ്യൻറ്റിനോട് പറഞ്ഞു, ഇതൊരു പരീക്ഷണമാണ്, ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി നമുക്കറിയില്ല, നമ്മൾ ചെയ്ത് നോക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ. അങ്ങനെ കൺസെൻ്റ് എടുത്തിട്ടാണ് ചെയ്തത്. ഈ 10 പേരോളം ആൾക്കാർക്ക് കൊടുത്തതിൽ ഒരാൾക്ക് പോലും അതിൽ നിന്ന് ഗുണം കിട്ടിയിട്ടില്ല. അങ്ങനെ ഗുണം കിട്ടാത്ത ഒരു ചികിത്സ എന്തിനു നമ്മൾ ചെയ്യണം? മറ്റുള്ളവരുടെ പൈസ നഷ്ടപ്പെടുത്താം എന്നുള്ളതല്ലാതെ അതിൽ വലിയ ഗുണമില്ല. എന്നാൽ പല റിസർച്ച് പേപ്പറുകളും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പുറത്ത് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ജേർണലുകളിലും ഒക്കെ വരുന്നുണ്ട്. അവസാനം കഴിഞ്ഞ ഇടയ്ക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു മെറ്റാ അനാലിസിസ് നടന്നു. ഇത്തരം ട്രീറ്റ്മെൻറ്റ് എത്ര എഫക്റ്റീവാണെന്നുള്ളതിനെപ്പറ്റി. ആ മെറ്റാ അനാലിസിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞത്, ഇത് ഒരു ഡോക്ടറുടെ ആവനാഴിയിലെ മറ്റൊരായുധമാണ്. അതുമാത്രമാണ് അതിനുള്ള റോൾ. അതായത് നമുക്കൊരു യുദ്ധം ചെയ്യണമെങ്കിൽ വാള്, പരിച, തോക്ക്, പല ആയുധങ്ങൾ കാണും. ഇപ്പോൾ ആധുനിക കാലത്താണ് ടാങ്ക്, മിസൈല്, ആറ്റം ബോംബ്, ഇങ്ങനെ പലതും കാണും. എന്ന് പറഞ്ഞതുപോലെ ഒരു ഡോക്ടറുടെ ആവനാഴിയിലെ മറ്റൊരായുധം, മരുന്ന്, ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ എടുത്തുപയോഗിക്കാവുന്ന ഒരു ആയുധം എന്നുള്ളതിനപ്പുറത്ത് അതിന് വലിയ പ്രസക്തി ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാത്തതും അവിടെ യൂസ് ചെയ്യാത്തതിൻ്റെയും കാരണം ഇത് തന്നെയാണ്.